ഏതെങ്കിലും വ്യക്തികളുണ്ടായിരിക്കാം. അവർ ചെയ്യുന്നതായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക, അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സ് എന്താണ് ചെയ്യുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ തന്നെ തിരിച്ചറിയുകയാണ്. അപ്പം മറ്റുള്ള വ്യക്തികളെ നമ്മൾ വീക്ഷിക്കുന്നതും മനസ്സിലാക്കുന്നതും വളരെ നല്ല കാര്യമാണ്. അവരുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ ഉള്ള നന്മകളും തിന്മകളും തിരിച്ചറിയുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം നമ്മുടെ ഒരു ബന്ധു ഉണ്ടായിരിക്കാം, അവരൊരു പ്രത്യേക ജോലിയിൽ ഏർപ്പെട്ടിരിക്കാം. അപ്പോൾ അവരുടെ ആ ജീവിതം മനസ്സിലാക്കിക്കൊണ്ട് അല്ലേ, ആ ഒരു പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഗുണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് എഫക്ട്സും എന്താണെന്ന് അവരിൽ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ളതാണോ, അത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നതാണോ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. എന്നിട്ട് അതിനുശേഷം ഇത് നമ്മുടെ സ്കിൽസിനും നമ്മുടെ ടാലൻസിനും യോജിച്ചതാണെന്നുണ്ടെങ്കിൽ നമ്മളത് പിന്തുടരുക എന്നുള്ളതാണ്. അതല്ലാതെ എൻ്റെ കസിൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ബ്രദർ ഇങ്ങനെയാണ്, എൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ്, എൻ്റെ നെയ്ബർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയല്ല വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു സ്ത്രീയുടെ സമഗ്രമായ വളർച്ചയാണ് ഈ വുമൺ എംപവർമെൻറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ സമഗ്രമായ വളർച്ച എന്ന് പറയുമ്പോൾ മാനസികമായും ശാരീരികമായും ആത്മീയമായിട്ടുമുള്ള ഒരു വളർച്ച. അങ്ങനെ വൈവിധ്യമാർന്ന രീതികളിൽ നമ്മൾ അത് വളരുമ്പോൾ മാത്രമേ നമുക്ക് മാനസികമായ ഒരു സന്തോഷവും സമാധാനവും ലഭിക്കുകയുള്ളൂ. നമുക്ക് വളരെയധികം ബന്ധുക്കളോ അല്ലെങ്കിൽ വളരെയധികം സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മുടെ ജീവിതം പുഷ്ടി പിടിക്കുക. നമ്മുടെ ജീവിതവും നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും ഒക്കെ കൂടുതലും ഒരു സ്ത്രീയിൽ തന്നെയാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അവർ തന്നെ അവരുടെ സ്വന്തം കഴിവുകളും സ്വന്തം പ്രശ്നങ്ങളും സ്വന്തം വീക്ക്നെസ്സുകളും ഇതൊക്കെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നേരിട്ട് ജീവിതത്തിൽ വിജയം കൈവരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയായി രൂപാന്തരപ്പെടുന്നത്.